2024 ഉടനീളം മലയാള സിനിമയുടെ വസന്തകാലമായിരുന്നു. 2025 പകുതി ആകുമ്പോഴേക്കും ഒരുപാട് മികച്ച സിനിമകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ. ആക്ച്വലി ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നിരിക്കുന്നത്. തിയേറ്ററിൽ ആ ഒരു വാവ് തീർത്തിട്ടുള്ള 2 കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് കഴിഞ്ഞ മാസം റിലീസായ എംപുരാൻ സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. സിനിമയിൽ മറ്റൊരു കഥാപാത്രം പറയുന്ന പോലെ പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ സദസ്സിനിടയിൽ രോമാഞ്ചം ഉണ്ടാക്കാൻ കെൽപ്പുള്ള അതിതീക്ഷ്ണമായ വാക്കുകളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഒരു കഥാപാത്രം. യെസ്, മഞ്ജു ചേച്ചി അവതരിപ്പിച്ചിട്ടുള്ള പ്രിയദർശിനി രാംദാസിന്റെ കഥാപാത്രത്തെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്ക്രീനിലുണ്ടല്ലോ ചേച്ചി വരുന്ന സമയത്ത് ദ വേ ഷീ വാക്സ്, ദ വേ ഷീ സിറ്റ്സ് ആൻഡ് ഹൗ ഷീ സ്പീക്സ്, അവർ കൊടുക്കുന്ന ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ഓറയുണ്ടല്ലോ, അത് ഇൻക്രെഡിബിൾ ആയിരുന്നു. സിനിമയിൽ തന്നെ പറയുന്ന പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ഹീറോയിനിസം ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കഥാപാത്രം. രണ്ടാമത്തേത് കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഐ നോ ദാറ്റ് നിങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നായകൻ ഒരു നല്ല നായകനായി മാറുന്നത് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വില്ലൻ കഥാപാത്രം അത്രയും മികച്ചതാവുമ്പോഴാണ്. നമുക്ക് ഈ അട്ടഹസിച്ച് അലറിക്കൊണ്ട് വരുന്ന വില്ലന്മാരെക്കാട്ടിലും പലപ്പോഴും ഇഷ്ടം ഇത്തരത്തിലുള്ള എന്താ പറയാ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സിനിസ്റ്റർ വില്ലന്മാരെയാണ്, ഒരു വിശ്വനാഥൻ ഇഫക്ട് ക്രിയേറ്റ് ചെയ്യുന്ന വില്ലന്മാർ. യെസ്, പ്രകാശ് വർമ്മ സാർ അവതരിപ്പിച്ചിട്ടുള്ള ഇൻസ്പെക്ടർ ജോർജിന്റെ കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത്. കഥാപാത്രങ്ങൾ ഇങ്ങനെ മികച്ചതാകുന്നതും പ്രിയപ്പെട്ടതാകുന്നതും പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ് തോന്നിയിട്ടുണ്ട്. ഒന്ന്, നല്ല കഥാപാത്രങ്ങളെ നല്ല തിരക്കഥാകൃത്തുകൾ സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ്. അവർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കഥാപാത്രത്തെ മോൾഡ് ചെയ്യാനായിട്ട് ഒരു ഡയറക്ടർ കംപ്ലീറ്റ് എഫേർട്ടും ഗൈഡൻസും ഒക്കെ കൊടുക്കുമ്പോഴുമാണ്. രണ്ടാമത്, ആ കഥാപാത്രത്തെ അതിന്റെ എല്ലാ തന്മയത്വത്തോടും കൂടെ അവതരിപ്പിക്കാനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ഒരു അഭിനേതാവ് തയ്യാറാകുമ്പോഴാണ്. ഇത് രണ്ടും കൂടെ എഴുചേർന്ന് വരുമ്പോഴാണ് സിൽവർ സ്ക്രീനിൽ അഭ്രപാളികളിൽ ഇത്തരം അഭിനയ വിസ്മയങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോഴാണ് പ്രേക്ഷകർക്ക് കൈയടിക്കാനും ചിലരുടെയെങ്കിലും പെർഫോമൻസ് കാണുമ്പോൾ കർണക്കുറ്റിയൊക്കെ ഒന്ന് കൊടുക്കാനും ഒക്കെ തോന്നുന്നത്. എനിവേ, ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും അത് തന്നെയായിരിക്കും. 2025 ഇനിയും പകുതിയിലേറെ നീണ്ടു കിടക്കുകയാണ്. കാത്തിരിക്കാൻ മികച്ച സിനിമകൾക്കായും മികവുറ്റ കഥാപാത്രങ്ങൾക്കായും.